വാർത്തകൾ തുടരുന്നു. ISROയുടെ സ്പൈഡക്സ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, ചരിത്രം കുറിച്ചിരിക്കുകയാണ് ISRO. അഭിമാന നിമിഷമാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതെ ആതിര, ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളിലേക്ക് ഒരു പൊൻതൂവൽ കൂടി എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യമായ അല്ലെങ്കിൽ സ്പേസിൽ വെച്ച് ശൂന്യാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനായി തയ്യാറാക്കിയ ദൗത്യമായ സ്പൈഡക്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ സ്വപ്ന ദൗത്യങ്ങൾക്ക്, വരാനിരിക്കുന്ന ഭാവിയിലെ സ്വപ്ന ദൗത്യങ്ങൾക്ക് ഒരു തുടക്കം എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്ന ആദ്യ ഘട്ടം കൂടിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. എന്തായാലും ഇനി വരാനിരിക്കുന്ന വലിയ വലിയ ദൗത്യങ്ങളുണ്ട്. ഗഗൻയാൻ അടക്കം, അതേപോലെ തന്നെ ചന്ദ്രയാന്റെ മറ്റു ദൗത്യങ്ങൾ, പിന്നീട് ഭാരതീയ അന്തരീക്ഷ നിലയം എന്ന ഇന്ത്യയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന സ്വപ്നം കൂടി ഇതിലൂടെ യാഥാർത്ഥ്യമാകും എന്നുകൂടി പറയണം. എന്തായാലും ഇന്ന് രാവിലെയോടെയായിരുന്നു ഈ ഒരു കൂടിച്ചേരൽ പ്രക്രിയ, സ്പേസ് ഡോക്കിംഗ് നടന്നത്. ഇന്ത്യ പുറത്തുവിട്ട രണ്ട് ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ചേസറും ടാർഗറ്റും, അങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങൾ ശൂന്യാകാശത്ത് വെച്ച് കൂടിച്ചേർന്നിരിക്കുന്നു. ഇത് വലിയ രീതിയിലൊരു ചർച്ചയായിരുന്നു. കാരണം 4ാമത്തെ പരിശ്രമത്തിലാണ് ഇന്ത്യ ഈ ഒരു വിജയ നേട്ടം കൈവരിച്ചത്. ഡിസംബർ 30-നാണ് ഇതിനെ സംബന്ധിച്ച PSLV C-60 ലോഞ്ച് വെഹിക്കിളിൽ ഈ രണ്ട് ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് ശൂന്യാകാശത്തേക്ക് ഈ ഒരു ലോഞ്ച് വെഹിക്കിൾ പോയത്. അതിനുശേഷം ജനുവരി 6-ന് ഈ സ്പേസ് ഡോക്കിംഗ് പൂർത്തിയാകും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത്. ISROയും അത്തരത്തിൽ തന്നെയാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം പിന്നീട് അത് 9-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. 9-ാം തീയതിയിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ദൂരം അല്ലെങ്കിൽ ഇതിന്റെ ഒരു അകലം കുറയ്ക്കാൻ ISROയ്ക്ക് സാധിച്ചു. ആദ്യം 500 മീറ്ററിൽ എത്തിച്ചു, പിന്നീട് 225 മീറ്ററിലേക്കും എത്തിച്ചു. എന്നിട്ടും പിന്നീട് സാങ്കേതിക തടസ്സം കാരണം പിന്നീട് ഈ ദൗത്യം നീട്ടിവെക്കുന്ന സാഹചര്യം കണ്ടു. പിന്നീട് 11-ാം തീയതിയിലേക്ക് എത്തിയപ്പോൾ ആദ്യം 500 മീറ്റർ അകലത്തിലേക്ക് എത്തിക്കുന്നു, 230 മീറ്ററിലേക്ക് കുറയ്ക്കുന്നു, പിന്നീട് 115 മീറ്ററിലേക്ക് കുറയ്ക്കുന്നു, പിന്നീട് 15 മീറ്ററിലേക്ക് കുറയ്ക്കുന്നു, 3 മീറ്ററിലേക്ക് കുറയ്ക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ വിജയിച്ചു. നമ്മൾ കരുതിയിരുന്നു ഈ ഒരു ദൗത്യം 11-ാം തീയതി തന്നെ വിജയകരമായി പൂർത്തിയാക്കുമെന്നുള്ളത്. അപ്പോഴും വീണ്ടും ഒരു സാങ്കേതിക തടസ്സം വന്നു. അന്ന് ISRO അതിന് ഒരു വിശദീകരണം നൽകിയത് ഇത് ഒരു ട്രയൽ റൺ മാത്രമാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ച ശേഷം മാത്രമേ ബാക്കി നടപടികളിലേക്കൊക്കെ കടക്കുകയുള്ളൂ, എന്തായാലും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ള തരത്തിലാണ് ISROയും നൽകിയ വിവരമെന്ന് പറയുന്നത്. ഇന്നുകൂടി ഈ ഒരു പരീക്ഷണം ഉണ്ടാകും എന്നുള്ള തരത്തിൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇന്നത്തെ പരീക്ഷണം കൂടി പരാജയമാകുന്നു, അല്ലെങ്കിൽ അത് സാധിക്കാത്ത പക്ഷത്തിൽ അത് മാർച്ച് വരെ കാത്തിരിക്കേണ്ടി വരും, താൽക്കാലികമായി നമുക്കൊരു നിരാശ സൃഷ്ടിക്കും എന്നുള്ള തരത്തിലൊക്കെ ISRO പറഞ്ഞിരുന്നു. എന്തായാലും 4ാമത്തെ പരിശ്രമത്തിൽ ഇന്ത്യ വിജയം കണ്ടിരിക്കുകയാണ്. 4ാമത്തെ പരിശ്രമത്തിൽ സ്പേസ് ഡോക്കിംഗ് എന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ 4ാം രാജ്യം എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ അമേരിക്ക, അതേപോലെ തന്നെ റഷ്യ അഥവാ USSR, പിന്നീട് ചൈന, അങ്ങനെ 3 രാജ്യങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് എന്ന പരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു സാങ്കേതിക വിദ്യ വിജയകരമായി പൂർത്തിയാക്കിയത്. അതിലേക്ക് ഇന്ത്യയുടെ പേരുകൂടി കടന്നു വന്നിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ സ്പേസ് ദൗത്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയുടെ പൂർത്തീകരണം കൂടിയാണ് നമ്മൾ കണ്ടത്. ഇനി ഭാവിയിൽ ഭാരതീയ അന്താരാഷ്ട്ര നിലയത്തിനും ഒരു തുടക്കം കുറിക്കുന്ന ഒരു നീക്കം കൂടിയാണ്. കാരണം പല ദൗത്യങ്ങളും നമുക്ക് അവിടെ ആ ഒരു ശൂന്യാകാശത്ത് എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളും നേരിട്ടിരുന്നു മുൻപ്. മറ്റ് രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യകളെ കൂടി പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിലേക്കെല്ലാം ആയിരുന്നു ഇന്ത്യയുടെ ദൗത്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ആശ്രയിക്കേണ്ട ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ മുൻപൊക്കെ പല തവണ എത്തിയിരുന്നു. അല്ലെങ്കിൽ ഇന്ധനം തീരുന്ന ഘട്ടത്തിലാണെങ്കിലും ഇതിനെ സംബന്ധിച്ച് കൂടിച്ചേരൽ പ്രക്രിയയിലേക്കാണെങ്കിലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ത്യ. എന്തായാലും ഇനിയും അത്തരത്തിലൊരു ആശങ്കയ്ക്ക് സാധ്യതയില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഭാരതീയ അന്താരാഷ്ട്ര നിലയം ഇനിയും ഭാവിയിൽ ഉടൻ തന്നെ, അധികം താമസിയാതെ തന്നെ, വലിയ താമസമില്ലാതെ തന്നെ ഭാരതീയ അന്താരാഷ്ട്ര നിലയം എന്ന ആ ഒരു സ്വപ്നവും പൂർത്തിയാകും. അതേപോലെ തന്നെ ചന്ദ്രയാൻ 4 ദൗത്യമാകട്ടെ, അതേപോലെ മനുഷ്യനെ ശൂന്യാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യമാകട്ടെ, അതിനൊക്കെ ഒരു സാധ്യത കൂടുതൽ തെളിയുകയാണ് ഈ ഒരു സ്പേസ് ഡോക്കിംഗ് പരീക്ഷണ വിജയത്തോടെ. ആതിര.
ശരി, പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ നൽകിയത്.